+1 സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമുക്ക് ഒരു ദിവസം തന്നെ 2 എക്സാംസ് ആണുള്ളത്. അപ്പോൾ എങ്ങനെ പഠിക്കും, ഏത് സബ്ജക്റ്റ് ആദ്യം തുടങ്ങും എന്നൊക്കെ നിങ്ങൾക്ക് ആകെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ ട്രിപ്പിളായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒന്നും പേടിക്കേണ്ട. എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വൺ ഷോട്ട് വീഡിയോസ് ഒരു 20-30 മിനിറ്റിനുള്ളിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ആൻഡ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പോവേർട്ടി. ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം നമുക്ക് 8 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഇരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്ററിലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്ത കുഞ്ഞുങ്ങൾ ആ വീഡിയോസൊക്കെ ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇത്രയും വലിയ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റിനുള്ളിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അല്ലല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോവേർട്ടി എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. പോവേർട്ടി എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പേ ആരാണ് പുവർ പേഴ്സൺ നമുക്കറിയണ്ടേ? ആരാണ് പുവർ പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവത്തില്ല. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പുവർ പീപ്പിൾ അഥവാ ദരിദ്രർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ്? പുവർ പീപ്പിൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, ധരിക്കാൻ വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പുവർ പേഴ്സൺ എന്ന്. നോക്കിയേ, is a person, is an individual who does not have the provision or financial capabilities to fulfill minimum essential necessities of life, അല്ലെങ്കിൽ minimum basic needs of life. കാരണം എന്താ? ഇവരുടെ അതിനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല, ഇവർക്ക് അതിനുള്ള പൈസ ഇല്ല. അങ്ങനെ ബേസിക് നീഡ്സ് പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പുവർ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പുവർ പേഴ്സൺ എന്ന് ചോദിക്കും. 2 മാർക്സിനായിരിക്കും ചോദിക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എഴുതാം എന്താ? ലാക്ക് ഓഫ് ഷെൽട്ടർ, ലാക്ക് ഓഫ് ഫുഡ്, ലാക്ക് ഓഫ് വാട്ടർ, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് എഴുതാം. പിന്നെന്താണ്? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാം. നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് പവർ നോക്കുകയാണെന്ന് നോക്കിയേ, നമുക്ക് എന്തൊക്കെയുണ്ട്? സ്റ്റാർവേഷൻ ആൻഡ് ഹങ്കർ എഴുതാം, ലാൻഡ്ലെസ് എഴുതാം, ബേസിക് ലിറ്ററസി, ലാക്ക് ബേസിക് ലിറ്ററസി ആൻഡ് സ്കിൽസ്, പിന്നെന്താ? മാൽ ന്യൂട്രീഷൻ എഴുതാം, നോ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, പ്രൈമറി കുക്കിംഗ് ഫ്യൂൽ ഈസ് ഫയർവുഡ് ആൻഡ് കൗഡങ് കേക്ക്, ക്രോണിക് ഇൻഡെറ്റ്നെസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്നുമില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാം. എന്താ എഴുതാൻ പറ്റുന്നത്? ലാക്ക് ഓഫ് ഫുഡ്, പിന്നെന്താ? ലാക്ക് ഓഫ് ക്ലീൻ വാട്ടർ, ലാക്ക് ഓഫ് ഷെൽട്ടർ, പിന്നെന്താ എഴുതാൻ പറ്റുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ്, ലോ ഇൻകം. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എഴുതി വെക്കുക. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. നോക്കിയേ, ആരൊക്കെയായിരിക്കും നമ്മൾ ദരിദ്രരെന്ന് പറയുന്നത്? കോട്ടൺ സ്യൂട്ടും ഒക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ കിട്ടും, നല്ല കമ്പനിയുടെ ഓണേഴ്സിനൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. നോക്കിയേ, ലോ ഇൻകം എഴുതാം, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ആൻഡ് നമ്മളിനി നോക്കുന്നതാണ് എന്ത്? ടൈപ്സ് ഓഫ് പുവർ. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് പുവർ ആണ്. നമ്മൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് വെച്ച് 2 രീതിയിലാണ് പുവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ റൂറൽ പുവറും ഒന്ന് നമ്മുടെ അർബൻ പുവർ. റൂറൽ പുവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ ചെറിയ കർഷകരില്ലേ, നമ്മുടെ സ്മോൾ കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്വന്തമായി അല്ലെങ്കിൽ എന്താ പറയുക, അഗ്രികൾച്ചർ ലേബറേഴ്സ് വിത്ത് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ്, അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡിങ്സ് ഒന്നും ഇല്ലാത്തവർ, ഇവരൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? റൂറൽ പുവർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാ മിസ് അർബൻ പുവർ? അർബൻ പുവർ നമുക്ക് എന്താ? പട്ടണങ്ങളുള്ളവരെ നമുക്ക് പാവപ്പെട്ടവരെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മളെന്താ, നമ്മുടെ ഈ റൂറൽ പുവർ കൃഷി ചെയ്തായിരിക്കും അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. കൃഷിയാണ് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർ കൃഷി ഇല്ലാത്ത സമയങ്ങൾ, നമുക്ക് വർഷത്തിന് 365 ദിവസം കൃഷിയുണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കി സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്? വേറെ ഓപ്പർച്യൂണിറ്റീസ്, വേറെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് അവർ പോകും. എങ്ങോട്ട് പോകും? റൂറൽ ഏരിയാസിൽ നിന്ന് ഏർബൻ ഏരിയാസിലോട്ട് പോകും. അവിടെ പോയിട്ട് എന്താ? ഒന്നെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സായിട്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾ ലെൻഡേഴ്സായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തട്ടുകടയൊക്കെ ഇട്ട് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങും. അപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്ന് ഏർബൻ ഏരിയാസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഏർബൻ പുവർ എന്ന്. എന്തിനു വേണ്ടിയാ? ഫോർ ലൈവ്ലിഹുഡ്, അല്ലെ അവരുടെ അനദർ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്, അല്ലെങ്കിൽ അതർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പോകുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അർബൻ പുവർ എന്നാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ മെയിൻ സംഭവം എന്താണ് പോവർട്ടി? വാട്ട് ഈസ് പോവർട്ടി? എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എ പാർട്ടും ബി പാർട്ടും ഉണ്ടാകും. അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വാട്ട് ഈസ് പോവർട്ടി അല്ലെ ഡിഫൈൻ പോവർട്ടി എന്നായിരിക്കും. നമ്മൾ പറഞ്ഞു പുവർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റീസ് ഇല്ലാത്ത ആളുകളെയാണ്
പുവർ പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അത് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോവേർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ പീപ്പിൾ ക്യാൻ നോട്ട് അഫോർഡ് ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്, ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോക്കിയേ, ഇറ്റ് ഈസ് എ ഇന്നബിലിറ്റി അല്ലേ, അവർക്ക് അതിനുള്ള കഴിവില്ലായ്മയും നമുക്ക് പറയാം അല്ലേ. ഇന്നബിലിറ്റി ടു ഫുൾഫിൽ ദ മിനിമം റിക്വയർമെൻറ്റ്സ് ലൈക്ക് ബേസിക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അങ്ങനെ അത് അനുഭവിക്കുന്ന ആളുകളെ, അവരുടെ ആ ഇന്നബിലിറ്റിനെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോവേർട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ ആർ പുവർ പീപ്പിൾ ഐഡൻറ്റിഫൈഡ്, നമ്മൾ എങ്ങനെയാണ് ഈ ദരിദ്രരെ കണ്ടുപിടിക്കുന്നത്, പുവർ പീപ്പിളിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് ആരുടെയും പോയി ചോദിച്ചാൽ നിങ്ങൾ പുവറാണോ അതോ നിങ്ങൾ റിച്ച് ആണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയും? ആരും പറയത്തില്ല. അപ്പോൾ നമ്മളെന്താ, പോവേർട്ടി ലൈൻ എന്ന് പറഞ്ഞ ഒരു സംഭവം, ഇത് ഒരു ഇമാജിനറി ലൈനാണ്. ഓക്കെ, നോക്കി, ഇത് നമ്മുടെ ഗ്രാഫ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ, PL എന്നിടാം. ഇതിന് താഴെയുള്ള ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, പുവർ പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോവേർട്ടി ലൈൻ എന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ യൂസ് ടു മെഷർ പോവേർട്ടി. പോവേർട്ടി മെഷർ ചെയ്യാനുള്ള ഒരു ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോവേർട്ടി മെഷർ ചെയ്യുന്ന ആ ഒരു ഇത് കൊണ്ടുവന്ന ആരാന്നറിയാം? ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, ദാദാഭായ് നവറോജി, ദാദാഭായ് നവറോജി. അപ്പോൾ നമ്മുടെ ദാദാഭായ് നവറോജി ഒരു കോൺസെപ്റ്റിലൂടെയാണ് പോവേർട്ടി മെഷർ ചെയ്ത്. ആ കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, മിസ്റ്റർ ബീനും ജയിലിലാണ് അല്ലേ. യെസ്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ് ആര് കൊണ്ടുവന്നത്, നമ്മുടെ ദാദാഭായ് നവറോജി. യെസ്, നമ്മുടെ പോവേർട്ടി മെഷർ ചെയ്യാനുള്ള ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എക്സാമിന് ചോദിക്കും, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ദാദാഭായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് എന്ന് ചോദിക്കും. 1 മാർക്കിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക എന്താണ്, ദാദാഭായ് നവറോജി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ഡാഡി ജയിലിലാണ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, അതിനൊരു സംഭവം, ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ജയിലിലെന്ന് പറയുമ്പോൾ മുതിർന്ന ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ മുതിർന്ന ആൾക്കാരെ വെച്ച് മാത്രം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ദാദാഭായ് നവറോജി എന്തെടുത്തത്, ഒരു അസംഷൻ അങ്ങോട്ട് വെച്ചു, നമ്മുടെ ഫുൾ പോപ്പുലേഷൻ എന്താ 3/4 ആണ് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ എങ്കിൽ അതിനെ നമ്മൾ 1/3 എന്നും അതേപോലെ തന്നെ എന്താണ് 2/3 എന്നും ഡിവൈഡ് ചെയ്തു. ഈ 1/3 എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്. ആ ചിൽഡ്രനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 1/6 എന്നും 1/6 എന്നും ഡിവൈഡ് ചെയ്തു. ഒരു 1/6 എന്ന് പറയുന്നത് എന്താണ്, കുഞ്ഞുങ്ങളാണ്, അമ്മയുടെ മുലപ്പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്താ, അവരൊന്നും കൺസ്യൂം ചെയ്തില്ല. അപ്പോൾ നമുക്ക് അവർക്ക് *0 കൊടുക്കും, നില്ല് കൊടുക്കും. പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യം കുറച്ച് കഴിക്കുന്നു, അതായത് നമ്മുടെ അഡൾട്ട്സ്, മുതിർന്നവർ കഴിക്കുന്ന പോലെ കഴിക്കത്തൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പകുതിയേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് 1/6 × ½ നമ്മൾ ചെയ്തു. പിന്നെ 2/3 നമ്മൾ മുതിർന്നവർ, അവരെന്താ, അവർ കംപ്ലീറ്റ് കഴിക്കും അല്ലേ. അപ്പോഴത്തേക്ക് നോക്കി, 1/6 × 0, 1/6 × ½ × 2/3 × 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, നമ്മുടെ പോവേർട്ടി ലൈൻ എന്ന് പറയുന്നത് 3/4 ആണ്. നോക്കിയേ, ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, വെയിറ്റ്, യെസ് ഒരു മിനിറ്റ്, ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ പോവേർട്ടി ലൈനിൻ്റെ ഇത് നോക്കിയാൽ നമ്മുടെ പോവേർട്ടി ലൈൻ നമ്മൾ കൊണ്ടുവന്നു, 3/4 ആണ് നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്നത്. 3/4 അല്ലെങ്കിൽ അതിന് മേലെ കൺസ്യൂം ചെയ്യുന്നവരെല്ലാം എന്താണ്, അബോവ് പോവേർട്ടി ലൈനാണ്. 3/4 താഴെ കൺസ്യൂം ചെയ്യുന്നവരൊക്കെ എന്താണ്, ബിലോ പോവേർട്ടി ലൈനാണ്. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡാഡി ജയിലിലാണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക. ആൻഡ് നമ്മൾ അടുത്തതിലേക്ക് നീങ്ങുകയാണ്. അടുത്താണ് നമ്മുടെ കാറ്റഗറൈസേഷൻ ഓഫ് പോവേർട്ടി. പോവേർട്ടിനെ നമ്മൾ പല രീതിയിൽ തിരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ക്രോണിക് പുവർ ഉണ്ട്, ട്രാൻസിയൻ പുവർ ഉണ്ട്, ആൻഡ് നെവർ പുവർ ഉണ്ട്. ഈ ക്രോണിക് പുവറിന് താഴെ 2 എണ്ണം വേറെ വരുന്നുണ്ട്, ട്രാൻസിയൻ പുവറിന് താഴെ വേറെ 2 എണ്ണം വരുന്നുണ്ട്. നെവർ പുവറിൽ നെവർ പുവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ ക്രോണിക് പുവറിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഇതെന്താണ്, എപ്പോഴും പോവേർട്ടി അനുഭവിക്കുന്നതാണ്, ഓൾവേസ് പുവർ. ഇവരെപ്പോഴും നിരന്തര ദാരിദ്ര്യത്തിലാണ് ഇവരെന്ന് പറയുന്നത്, നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഇവരെന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഫ്രിക്കയിലെ ജനതകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ. ഇവരെപ്പോഴും ബിലോ പോവേർട്ടി ലൈൻ ആണ്. ഇതാണ് ഓൾവേസ് പുവർ എന്ന്. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, യൂഷ്വലി പുവർ എന്ന് നമ്മൾ ഇവരെ വിളിക്കും. എന്താണ്, യൂഷ്വലി പുവർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇതാണ് നമ്മുടെ പോവേർട്ടി ലൈൻ. കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അവരെപ്പോഴും ബിലോ പോവേർട്ടി ലൈനാണ്. പക്ഷെ ഒരു ദിവസം 2 പണി കിട്ടി. അപ്പോൾ 500 രൂപ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നവർക്ക് 1000 രൂപ കിട്ടി. അപ്പോൾ ജസ്റ്റ് നെവർ പോവേർട്ടി ലൈൻ പോകും, പിന്നെ അവർ ബിലോ പോവേർട്ടി ലൈനിലോട്ട് പോയി.
ഓക്കെ. അതാണ് നമ്മുടെ ക്രോണിക് പൂറിന്റെ കീഴിൽ വരുന്ന ആരൊക്കെയാണ്? ഓൾവേസ് പൂറും ഉണ്ട്, യൂഷ്വലി പൂറും ഉണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് ഈ ഗ്രാഫ് വന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് പൂറാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് ഇവർ കോൺസ്റ്റന്റ് ലൈഫ്സ് ഓഫ് പോവർട്ടി അനുഭവിക്കുന്നില്ല, നിരന്തര നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നത്. പക്ഷെ എന്താ ഇവർ അതിലൊരു ചെറിയ എമൗണ്ട് ഓഫ് മണി എന്തായാലും ഉണ്ടാവും. ഓക്കെ. അതിന്റെ കീഴിൽ വരുന്നതാണ് ആരൊക്കെയാ? ഓൾവേസ് പൂറും ഉണ്ട്, അതേപോലെ തന്നെ ആരാണുള്ളത്? യൂഷ്വലി പൂറും ഉണ്ട്. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ ക്രോണിക് പൂറിന്റെ കീഴിൽ വരുന്നത്. ആൻഡ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നതാണ് ട്രാൻസിയൻ പൂർ. ട്രാൻസിയൻ പൂറിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ ആരാണ്? ചേണിങ് പൂർ എന്ന് നമ്മൾ ഇവരെ വിളിക്കും. എന്താണ് ചേണിങ് പൂർ? ഒന്നുമില്ല, സീസണൽ പൂവേഴ്സ്. അതായത് നോക്കി, മാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോഴല്ലേ മാങ്ങയ്ക്ക് അത് വിൽക്കുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. യെസ്, അതാണ് സംഭവം എന്ന് പറയുന്നത്. നോക്കി, അല്ലെ കൃഷിയുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. കൃഷിയുള്ള സമയത്തല്ലേ അവർക്ക് ഇത് അവരെന്താ എബോ പോവേർട്ടി ലൈൻ പോകും. കൃഷി ഇല്ലാത്ത സമയത്ത് എന്താ അവർ ബിലോ പോവേർട്ടി ലൈൻ പോകും. ഇത് നോക്കിയേ, കൃഷിയുള്ള സമയത്ത് എബോ, ഇല്ലാത്ത സമയത്ത് ബിലോ, ഇങ്ങനെ ആയിരിക്കും അവരുടെ പോക്കെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത്? ചേണിങ് പൂർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത നോക്കിയാൽ അടുത്താണ് നമ്മുടെ ഒക്കേഷണലി പൂർ എന്ന് പറയുന്നത്. എന്താണ് ഒക്കേഷണലി പൂർ? ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെപ്പോഴും അബോവ് പോവേർട്ടി ലൈനാണ്. പക്ഷെ അവരുടെ ബാഡ് ലക്ക് അല്ലെങ്കിൽ അവരുടെ സമയം നല്ല അല്ലാത്തതുകൊണ്ട് എന്താ അവരൊന്ന് ബിലോ പോവേർട്ടി ലൈൻ പോകും. പിന്നെ അവരെന്താ പഴയ പോലെ തന്നെ അബോവ് പോവേർട്ടി ലൈൻ പോകും. ഇതാണ് ആരുടെ കീഴിൽ വരുന്നത്? നമ്മുടെ ട്രാൻസിയൻ പൂറിന്റെ കീഴിൽ വരുന്നത്. ആരൊക്കെയാ? ചേണിങ് പൂറും ഉണ്ട്, അതേപോലെ തന്നെ ഒക്കേഷണലി പൂറും ഉണ്ട്. ഓക്കെ. ഓക്കെ. പീപ്പിൾ ഹു ഹാവ് എക്സ്പെക്റ്റഡ് കൺസംഷൻ ലെവൽസ് അബോവ് ദി പോവേർട്ടി ലൈൻ, ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് ചേണിങ് പൂർ എന്നും ഒക്കേഷണലി പൂർ എന്നും. യെസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് എന്താ? നോൺ പൂർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നെവർ പുവർ എന്ന് പറയും. നോൺ പുവർ അല്ലെങ്കിൽ നെവർ പുവർ എന്ന് പറയും. അംബാനി, എലോൺ മസ്ക്, ഇവരൊക്കെ പുവർ ആണോ? അല്ല, ഇവരെപ്പോഴും എന്താണ്? അബോവ് പോവേർട്ടി ലൈൻ ആണ്. അല്ലേ? ഇത് നോക്കിയേ, ഇവരെപ്പോഴും എന്താണ്? അബോവ് പോവേർട്ടി ലൈൻ ആണ്. ഓക്കെ. ഹു ആർ ഓൾവേസ് അബോവ് ദി പോവേർട്ടി ലൈൻ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കും, ദേ നോക്കി, ഇങ്ങനെ ചിലപ്പോൾ തന്നിട്ട് 2-3 തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെയൊക്കെ താഴെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ ഇപ്പോൾ ഓൾവേസ് പുവറിൻ്റെ ഗ്രാഫ് വന്നിട്ട് അതിന് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ചിലപ്പോൾ യൂഷ്വലി പുവർ ഇങ്ങനെ പേര് വന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും വരും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്കാണ്. നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങളോട് 5 മാർക്സിന് ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് പോവേർട്ടി? എന്തൊക്കെയായിരിക്കും മക്കളെ കോസസ് ഓഫ് പോവേർട്ടി എന്ന് പറയുമ്പോൾ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എഴുതാം. പിന്നെന്താ എഴുതാൻ പറ്റുന്നത്? ലോ ഇൻകം എഴുതാം. ലാക്ക് ഓഫ് ഫുഡ്, ലാക്ക് ഓഫ് വാട്ടർ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ. 6 പോയിന്റായി കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. അതായത് നമുക്ക് നോക്കാം. നോക്കിയേ, റാപ്പിഡ്ലി റൈസിങ് പോപ്പുലേഷൻ അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എന്ന് പറയുമ്പോൾ എന്താ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ടോപ്പാണല്ലേ? നമ്മൾ എല്ലാ രാജ്യങ്ങളെയും നമ്മൾ കടത്തി വെട്ടി പോപ്പുലേഷൻ്റെ കാര്യത്തിൽ അല്ലേ? അപ്പോൾ ഈ ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്തിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസോഴ്സസ് നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി എന്താ സംഭവിക്കുന്നത്? റിച്ച് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താ സംഭവിക്കുക? അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കൂടുതലും ആർക്കാ? റിച്ച് ആയിട്ടുള്ളത് വീണ്ടും വീണ്ടും റിച്ചാവും, പുവർ ആയിട്ടുള്ളത് വീണ്ടും വീണ്ടും പുവറാവും. അതാണ് ഒന്നാമത്തെ റീസൺ. ആൻഡ് രണ്ടാമത്തെ എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ജോലി ഉണ്ടെങ്കിലല്ലേ ശമ്പളം കിട്ടത്തുള്ളൂ, ശമ്പളം ഉണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ. അതിൻ്റെ അടുത്താണ് എന്ത്? ഇൻഡെറ്റ്നെസ്, നിരന്തര കടക്കണി എന്ന് പറയും. നിത്യ കടക്കണി എന്ന് നമ്മൾ പറയും. അതായത് ഒന്നുമില്ല, ഇപ്പോൾ കർഷകരുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കൃഷി ഇറക്കാൻ വേണ്ടി എന്താ ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വട്ടിപ്പലിശയ്ക്ക് കാശ് എടുത്തിട്ട് അവർ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ മഴ പെയ്യും, അല്ലെങ്കിൽ മഴ വീഴും, അല്ലെങ്കിൽ എന്താ വിചാരിച്ച പോലത്തെ വിളവ് കിട്ടത്തില്ല. അപ്പോൾ എന്താ കടത്തിന് മേലെ കടത്തിലായൊരവസ്ഥ. അവരെങ്ങോട്ട് പോകും? ദാരിദ്ര്യത്തിലേക്ക്. ആൻഡ് നോക്കിയേ, ലാക്ക് ഓഫ് ആക്സസ് ടു ഫുഡ്. നമ്മളെന്താ 4 നേരം 5 നേരം നല്ല മൃഷ്ടാംഗ ഭോജനം നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ? പക്ഷെ അതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്തിന് കാരണമാണ്? പോവേർട്ടിക്ക് കാരണമാണ്. പിന്നെന്താ? ലാക്ക് ഓഫ് ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. നമുക്കറിയാം, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെള്ളം, ശുദ്ധജലം കിട്ടാതെ കാരണം മരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് കാരണം? അവർ പോവേർട്ടി അനുഭവിക്കുന്നില്ല. ഇതൊക്കെ എന്തിൻ്റെ കാരണമാണ്? പോവേർട്ടിയുടെ കാരണമാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം, റോഡുകൾ, പാലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽസ്, കോളേജസ്, സ്കൂൾസ്, ഇതൊക്കെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഓർത്ത് നോക്കി, നമ്മുടെ റോഡുകൾ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ റോഡ് മൊത്തം കുണ്ടും കുഴിയൊക്കെയാവും. അപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഫുൾ റോഡിലൊക്കെ വെള്ളം കെട്ടിക്കഴിഞ്ഞ് ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അന്നത്തെ വരുമാനം നഷ്ടമായി. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ പോകത്തിലോട്ട് പോകുന്നു. ആൻഡ് അടുത്ത എന്താണ്? വെതർ ഓർ ക്ലൈമറ്റ് ചേഞ്ചസ്. നമ്മുടെ എന്താ 2018 മൂവി എല്ലാവരും കണ്ടല്ലേ? ആ ഒരു വെള്ളപ്പൊക്കം വന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അവരുടെ വീട് നഷ്ടമായി, അല്ലേ? എത്ര പേർക്കാണ് അവരുടെ കുറേ അസറ്റ്സും കാര്യങ്ങളൊക്കെ നഷ്ടമായി. ഇത് എന്തിൻ്റെ കാരണമാണ്? പോവർട്ടിക്ക് കാരണമാണ്. ആൻഡ് അടുത്ത നോക്കിയേ, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ. നല്ല പൈസയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പേർക്ക് ചികിത്സ കിട്ടാതാവുന്നുണ്ട്.
പോവർട്ടിക്ക് കാരണമല്ലേ? യെസ് ആണ്. അതിൻ്റെ അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലിക അവകാശമാക്കി മാറ്റി. എന്ത്? 16 വയസ്സല്ല അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് കുഞ്ഞുങ്ങൾ എന്താ നമ്മുടെ ഈ ബംഗാളി കുഞ്ഞുങ്ങളൊക്കെ കാണത്തില്ലേ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇങ്ങനെ നടക്കുന്നത്. യെസ്, അതെന്തിനു കാരണമാണ്? ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അവർ പുവർ ആയതുകൊണ്ടാണ് അല്ലേ? യെസ്. അപ്പോൾ അത് നോക്കിയാൽ ഇതാണ് കോസസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. ഒരു മിനിമം ഒരു 6 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് ഇനി എഴുതാം. ലോ ഇൻകം, ലാക്ക് ഓഫ് ഷെൽട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മൾ അടുത്തതിലേക്ക് നീങ്ങാണ്. നമ്മുടെ ചാപ്റ്ററിൽ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന പോർഷനാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി എലിവേഷൻ. പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കുറേ പോളിസീസും പ്രോഗ്രാംസും കൊണ്ടുവന്നു. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 3 ഡയമെൻഷണൽ അപ്രോച്ച് നമ്മുടെ രാജ്യത്ത് സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും എന്താ തുല്യനീതി ഉറപ്പാക്കുക അല്ലേ? പുവറെന്നോ റിച്ചെന്നോ അങ്ങനെ ഇത് വേണ്ട, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് എന്ത് വന്നു? നമ്മുടെ 3 ഡയമെൻഷണൽ അപ്രോച്ച് അഥവാ 3D അപ്രോച്ച്, 3 ഡയമെൻഷണൽ അപ്രോച്ച് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാണ് നമ്മുടെ ട്രിക്കിൾ ഡൗൺ തിയറി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയും. എന്താണ്? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ഉണ്ട്. അതേപോലെ സ്പെസിഫിക് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. സ്പെസിഫിക് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെന്താണ്? നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ബേസിക് അമ്യൂണിറ്റീസ് ടു പീപ്പിൾ. ഇങ്ങനെ 3 പ്രോഗ്രാം ആര് കൊണ്ടുവന്നു? നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ട്രിക്കിൾ ഡൗൺ തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളിപ്പം ഒരു ഫാഷൻ ഇത് നമ്മുടെ ഐശ്വര്യ റായിനെ എടുത്തു. ഐശ്വര്യ റായി ഒരു സാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം കോപ്പി ചെയ്യാൻ നോക്കും. നല്ല രസമുള്ളതാണെങ്കിൽ കോപ്പി ചെയ്യാൻ നോക്കും. അതിങ്ങനെ പയ്യെ പയ്യെ എല്ലാവരിലേക്കും എത്തിച്ചെല്ലും അല്ലേ? ആദ്യം കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഇടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സാധാ ആൾക്കാർ മേടിക്കാൻ തുടങ്ങും. വലിയ വലിയ ബൊട്ടീക്സിലൊക്കെ ഇട്ട് കൊടുക്കും. പയ്യെ എന്തിലേക്ക് വരും? മീഷോയിലേക്ക് വരും. അപ്പോൾ നമ്മളൊക്കെ മേടിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രിക്കിൾ ഡൗൺ തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റോ ഗ്രോത്തോ ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലേക്കും പുവർ സെക്ഷനിലേക്കും ഇറങ്ങി ചെല്ലും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു അട്ടർ ഫെയിലിയർ ആയിപ്പോയി, ഒരു കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിപ്പോയി. കാരണം എന്താ? ഇത് നടപ്പാകാൻ പോകുന്ന കാരണമൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ? ഭയങ്കര കൂടുതലാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെന്താണ്? ഗ്രീൻ റവല്യൂഷൻ വന്നതോടെ അല്ലേ നമ്മൾ HIV സീഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്താ? റിച്ചും പൂറും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതും നടക്കത്തില്ല. പിന്നെന്താ? ഇൻഡസ്ട്രിയൽ സെക്ടറും അഗ്രികൾച്ചർ സെക്ടറൊക്കെ എന്താ നമ്മൾ വിചാരിച്ച പോലെ വലിയ ഗ്രോത്തും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ ലാൻഡ് റീഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ കൂടി റീഡിസ്ട്രിബ്യൂഷൻ അതിൽ ഇക്വിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ വന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് ഒരു അട്ടർ ഫെയിലിയർ ആയിപ്പോയി. അവിടെ നമ്മുടെ ഗവൺമെൻറ് വെറുതെ ഇരിക്കോ? ഇല്ല, അടുത്ത പ്രോഗ്രാം കൊണ്ടുവന്നു. അതാണ് എന്താ? സ്പെസിഫിക് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും കൊണ്ടുവന്നു. അതേപോലെ തന്നെ എന്താണ്? വെയ്ജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും കൊണ്ടുവന്നു. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും കൊണ്ടുവന്നു. വെയ്ജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും കൊണ്ടുവന്നു. അതാണ് സ്പെസിഫിക് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടണം? ജോലി ഉണ്ടായിരിക്കണം അവർക്ക്. അതാണ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന അടുത്ത പരിപാടി. അതിലെ ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് 1970s കൊണ്ടുവന്നാണ് ഫുഡ് ഫോർ വർക്ക് എന്ന്. ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൈസയല്ല, പകരം ഭക്ഷണമായിരിക്കും കിട്ടുക. നോക്കിയേ, എന്താ? എൻഷുർ ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് മണി, റേസ് സ്റ്റാൻഡേർഡ് ലിവിങ് ഓഫ് ദി പുവർ. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി നോക്കുന്നതാണ് എന്ത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. നമുക്ക് 3 സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. RAGP, PMRY ആൻഡ് SJSRY. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ, RAGP റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം 1995 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. KVIC ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കമ്മീഷനാണ്. എന്താണ്? നമ്മുടെ ചെറിയ ചെറിയ ടൗണുകൾ, അതായത് ചെറിയ ചെറിയ പട്ടണ പ്രദേശങ്ങളിലും അതേപോലെ ഗ്രാമങ്ങളും വില്ലേജസിലും ഉള്ള ജോലിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്തുകൊണ്ട് കൊടുക്കുകയാണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് എന്താ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള സംഭവം കൊടുക്കണം. എന്തിൻ്റെ രൂപത്തിൽ? അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ബാങ്ക് ലോൺസിൻ്റെ രൂപത്തിൽ. ബാങ്ക് ലോൺസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും അതേപോലെ ചെറിയ ചെറിയ പട്ടണങ്ങളുള്ള ആളുകൾക്കും ജോലി ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ് ബാങ്ക് ലോൺസിൻ്റെ രൂപത്തിൽ. എന്തിനു വേണ്ടി? സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. അതാണ് RAGP എന്ന്. ഇനി PMRY പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറയും. ഒന്നുമില്ല, മറ്റതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ. പക്ഷേ ആർക്കാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ നല്ല പഠിപ്പുള്ള ആളുകളുണ്ടാവുമല്ലോ, പക്ഷേ പഠിപ്പുണ്ടായിട്ടും ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഈ ഒരു PMRY എന്ന് പറയുന്നത്. റൂറൽ ഏരിയാസിലുണ്ട്, അർബൻ ഏരിയാസിലുണ്ട്. അവർക്ക് സ്മോൾ സ്കെയിലോ മീഡിയം സ്കെയിലോ മൈക്രോയോ ലാർജ് സ്കെയിലോ എങ്ങനത്തെ ഇൻഡസ്ട്രി വേണം തുടങ്ങിക്കോ, അതിനുള്ള സഹായം എല്ലാവരും തരും നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അതിൻ്റെ അടുത്താണ് എന്ത്? SJSRY സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കുണ്ട്, നമ്മുടെ പട്ടണങ്ങളിലുള്ളവർക്ക് റൂറൽ ഏരിയാസിലുള്ളവർക്കുണ്ട്,
അതേപോലെ ഏർബൻ ഏരിയാസിലുള്ളവർക്കുണ്ട്. എന്ത് കൊടുക്കുകയാണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് SJSRY എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, യെസ് നമ്മുടെ അയൽക്കൂട്ടം, കുടുംബശ്രീ സംഭവമല്ലേ, യെസ് SHGs എന്ന് വിളിക്കും, അഥവാ നമ്മൾ പറയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി കമ്മിറ്റിയാണ് ഇവരെന്ന് പറയുന്നത്. ഒരു 12 തൊട്ട് 25 സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സംഘമാണ് നമ്മുടെ SHGs എന്ന് പറയുന്നത്. അതായത് ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ സേവിങ്സ് ഒക്കെ ഇവർ കൂട്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവർ ലോണായിട്ട് കൊടുക്കും. പക്ഷേ ഈ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരിക്കും, അതേപോലെ കൊളാട്രൽ ഒന്നും വെക്കേണ്ട. നമ്മളിപ്പം നമ്മുടെ ബാങ്കിൽ പോയി ഇപ്പോൾ ഒരു ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊളാട്രൽ, ചിലപ്പോൾ വീട് കൊളാട്രലായിട്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാലറി സ്ലിപ്പ് കൊളാട്രലായിട്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കാറോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടറോ ഒക്കെ കൊളാട്രലായിട്ട് വെക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ബോറോ ലോൺസ് ഫ്രം ഈച്ച് അതർ വിത്തൗട്ട് എനി കൊളാട്രൽ ആൻഡ് ലോൺസ് ആർ പ്രൊവൈഡഡ് അറ്റ് ലോ റേറ്റ് എമംഗ് ദംസെൽവ്സ്. അതാണ് നമ്മുടെ SHGs എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, യെസ് നമ്മുടെ MGNREGA. ഒന്നുമില്ല, പേര് കേട്ട് ഞെട്ടമൊന്നും വേണ്ട, തൊഴിലുറപ്പ്, അത്രയേ ഉള്ളൂ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് നമുക്ക് പറയാം. നിങ്ങളോട് എക്സാമിന് ചോദിക്കും ന്യൂ നെയിം ഓഫ് NREGA എന്ന് ചോദിക്കും. നമ്മുടെ MGNREGA പഴയ പേരാണ് NREGA എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു MGയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്താണ് 2005 ഇംപ്ലിമെന്റ് ചെയ്ത പരിപാടിയാണ്. എന്താണ്, ഒരു വർഷത്തിലോ 100 ദിവസത്തേക്ക് എന്ത് കൊടുക്കുകയാണ്, വേജ് എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ രാജ്യത്ത് എന്താ പറയുക, അൺസ്കിൽഡ് ആയിട്ടുള്ള പരിപാടികൾ. അതായത് നമുക്ക് കമ്പ്യൂട്ടറോ കാര്യങ്ങളൊന്നും അറിയണ്ട, നമുക്ക് കിളയ്ക്കാനും പുല്ല് പറിക്കാനും ഒക്കെ നമുക്ക് അതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡിലെ അഡൾട്ട് മെമ്പേഴ്സിന്. ആരൊക്കെ റെഡിയാണോ അവർക്കൊക്കെ ഈ പരിപാടി കൊടുക്കുകയാണ്. 100 ദിവസത്തേക്ക് ദിവസക്കൂലിക്ക് പരിപാടി ചെയ്യണം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2013-14 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 5 കോടി ജനതകൾക്കാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിയേ, ന്യൂ നെയിം ഓഫ് NREGA എന്ന് ചോദിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു MGയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് കഴിഞ്ഞില്ല, നമ്മൾ അടുത്താണ് എന്താ, പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് ടു പീപ്പിൾ. രണ്ടാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ നമുക്ക് ജോലി മാത്രം കൊടുത്താൽ പോരെ, ഇവർക്ക് ബേസിക് നീഡ്സ് കൂടെ ഫുൾഫിൽ ചെയ്യണം. ജോലി വേണ്ടി ചിലപ്പോൾ ഭക്ഷണത്തിന് മാത്രമേ ഉള്ളതാകത്തുള്ളൂ, ബാക്കി കുറേ കാര്യങ്ങളില്ല. എന്തൊക്കെ നോക്കണം? ഫുഡ് ഗ്രെയിൻസിന് നോക്കണം, ഹെൽത്തിന് നോക്കണം, എഡ്യൂക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിങ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നാണ് പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് ടു പീപ്പിൾ. അതിലെ ഫസ്റ്റ് വൺ ആണ് എന്താ, ഇംപ്രൂവ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഓഫ് പുവർ. അല്ലെ, ഭക്ഷണത്തിൻ്റെ അതേപോലെ പോഷകാഹാരങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണ് എന്ത്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം. PDS വന്നു, ICDS വന്നു, MDMS വന്നു. എന്താണെന്ന് നോക്കാം. PDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, റേഷൻ കട, പൊതുവിതരണ കേന്ദ്രം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ മാസം അവസാനം ആകുമ്പോൾ അമ്മ പറയും വേഗം പോയി റേഷൻ കടയിൽ പോയി സാധനം മേടിച്ചോളാൻ പറയും. യെസ്, എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനതകൾക്ക് എന്താ, റീസണബിൾ റേറ്റിൽ വീറ്റ്, റൈസ്, അതേപോലെ എന്താണ്, ഷുഗർ ആൻഡ് കെറോസിൻ, അരി, മണ്ണെണ്ണ, പഞ്ചസാര, ഗോതമ്പ്, ഇതൊക്കെ നമുക്ക് എന്താ, റീസണബിൾ റേറ്റിൽ കിട്ടും. ആർക്ക്? നമ്മുടെ ഇന്ത്യയിലെ പുവർ ആയിട്ടുള്ള ആളുകൾക്ക്. എന്തിലൂടെ അത് കൊടുക്കുന്നത്? ഫെയർ പ്രൈസ് ഷോപ്സ്, അല്ലെ, റേഷൻ കടകളിലൂടെയാണ്, റേഷൻ ഷോപ്സിലൂടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അടുത്താണ് എന്താണെന്ന് പറയുന്നത്, ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ എന്താണ്, 6 വയസ്സും അതിൽ താഴെയുള്ള 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ്, റെഫറൽ സർവീസസ്. ആർക്ക്? 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അവർ അമ്മമാർക്കും. ഓക്കെ, കുഞ്ഞുങ്ങൾക്കാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതേപോലെ എന്താ, ചില സർവീസസ്, അതായത് ഇമ്മ്യൂണൈസേഷനും അതേപോലെ കുത്തിവയ്പ്പും കാര്യങ്ങളും എന്തെങ്കിലും ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ അവരുടെ അമ്മമാർക്കും കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ICDS എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറഞ്ഞാൽ മിഡ് ഡേ മീൽ സ്കീം, അഥവാ നമ്മൾ പറയും MDMS എന്ന് പറയും. എന്താണ് MDMS എന്നാണ് പറയുന്നത്? ഒന്നുമില്ല, ഉച്ചക്കഞ്ഞി, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾസിൽ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ, അതേപോലെ എന്താണ്, അംഗനവാടീസിൽ, മദ്രസാസിൽ, മക്തബ്സിലൊക്കെ എന്താണ്, ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുക. ഓക്കെ, നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല, അവർക്കെല്ലാം നല്ല പോഷകാഹാരം കിട്ടണം എന്ന ലക്ഷ്യത്തോടെയാണ് MDMS കൊണ്ടുവന്നത്. നോക്കി, ഫ്രീ ലഞ്ചസ് ഓൺ വർക്കിംഗ് ഡേയ്സ്. സ്കൂളുള്ള എല്ലാ ദിവസങ്ങളിലും എന്താ, ഫ്രീ ലഞ്ച് കൊടുക്കണം, ഉച്ച ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. ആൻഡ് അതാണ് നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലുള്ള ഇതൊക്കെയായിരുന്നു. PDS നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കണ്ടു, ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം കണ്ടു, ആൻഡ് നമ്മുടെ MDMS മിഡ് ഡേ മീൽ സ്കീമും കണ്ടു. മിഡ് ഡേ മീൽ സ്കീമിൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് പോഷൻ സ്കീം എന്നാണ് കേട്ടോ, പോഷൻ സ്കീം എന്നാണ് ഇപ്പോഴത്തെ അതിൻ്റെ പേര്. ആൻഡ് അടുത്തത് കൊണ്ടുവന്ന് നോക്കിയേ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൗസിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്നാണ്. യെസ്, നമുക്ക് അതിലും ഉണ്ട് എന്ത്, 3 ഉണ്ട്. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദി യോജന, വാൽമീകി അംബേദ്കർ
റോസ്ഗാർ ആവാസ് യോജന. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. നോക്കി, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി വില്ലേജ് റോഡ് സ്കീം എന്നാണ്. അതായത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താ റോഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താ ഓൾ വെതർ ഗുഡ് കണക്ടിവിറ്റി റോഡ്, വെള്ളപ്പൊക്കം വന്നോട്ടെ, ഇടിനാശം വന്നോട്ടെ, എന്തെങ്കിലും എർത്ത് ക്വേക്കോ കാര്യങ്ങളോ വന്നോട്ടെ, അന്ന് വന്നാലും കുലുങ്ങാതെ പോലെ നിൽക്കണം. നോക്കി, ടു പ്രൊവൈഡ് ഗുഡ് ഓൾ വെതർ കണക്ടിവിറ്റി ടു അൺകണക്റ്റഡ് വില്ലേജസ്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്താ പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന. 2000-2001 ആ സമയത്തിലാണ് ലോഞ്ച് ചെയ്തത്. 5 ക്രൂഷ്യൽ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. എന്തൊക്കെയാ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റൂറൽ റോഡ്സ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ന്യൂട്രീഷൻ. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നോക്കുന്നത്. ആൻഡ് അടുത്താണ് എന്താ വാത്മീകി അംബേദ്കർ ആവാസ് യോജന. ഒന്നുമില്ല, നമ്മുടെ സ്ലം ഏരിയാസിലുള്ള ആളുകളിൽ അവർക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ അവർക്ക് വീടുണ്ടെങ്കിൽ ആ വീടൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കുക. അതാണ് നമ്മുടെ വാത്മീകി അംബേദ്കർ ആവാസ് യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഷെൽട്ടർ ഫോർ പീപ്പിൾ ലിവിങ് ഇൻ അർബൻ ഏരിയാസ്, ബിൽഡ് ന്യൂ ഷെൽട്ടർ ഓർ അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് ഷെൽട്ടർ. ആൻഡ് നമ്മുടെ അടുത്താണ് എന്താ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. നമുക്ക് മെയിനായിട്ട് 3 സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണുള്ളത്. നമ്മൾ ഏതൊക്കെ കണ്ടു? നമ്മൾ ഫുഡിൻ്റെ കണ്ടു, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ കണ്ടു. ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, NSAP എന്ന് പറയും. ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനതകളിൽ പുവറായിട്ടുള്ള ബിലോ പോവർട്ടി ലൈൻ ആളുകൾക്ക് എന്താ അവിടുത്തെ അങ്ങനെയുള്ള ആളുകളിലെ എൽഡർലി പീപ്പിൾ, മുതിർന്ന അംഗങ്ങൾക്കും, വിഡോസ് വിധവകൾക്ക്, ഭർത്താക്കന്മാരെ മരിച്ചുപോയ ആളുകൾക്ക്, അതേപോലെ തന്നെ എന്താ നമ്മുടെ ഡിസേബിൾഡ് പീപ്പിളിൽ അംഗവൈകല്യമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? പെൻഷൻസിൻ്റെ രൂപത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നോക്കി, ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ഇന്ദിരാഗാന്ധി വിഡോ പെൻഷൻ സ്കീം, ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്താ ഹെൽത്ത് ഇൻഷുറൻസ് ടു പുവർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്കറിയാം അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡില്ലേ, ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇളവൊക്കെ കിട്ടുന്നു. അതാണ് സംഭവം. നോക്കി, പ്രൊവൈഡ്സ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ലോ ഇൻകം പീപ്പിൾ ആൻഡ് ദോസ് ബിലോ പോവർട്ടി ലൈൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഏകദേശം 10 കോടി ജനതകൾക്ക് എന്തുണ്ട്? ഈ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയാണ് കിട്ടുക. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയും. ഒന്നുമില്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നരേന്ദ്രമോദി കൊണ്ടുവന്ന പരിപാടിയാണ്. 28 ഓഗസ്റ്റ് 2014 കൊണ്ടുവന്നാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും എന്താ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും കിട്ടണം, ക്രെഡിറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം, ഇൻഷുറൻസ്, അതേപോലെ എന്താ പെൻഷൻ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ കൊണ്ടുവന്നാണ് എന്താ പ്രധാനമന്ത്രി ജൻധൻ യോജന. നമ്മുടെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അതിൽ 1 ലാഖും ലൈഫ് ഇൻഷുറൻസും 30,000 വരെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി അല്ലെങ്കിൽ ടു അലിവേറ്റ് പോവർട്ടി എന്ന് പറഞ്ഞാൽ 3 അപ്രോച്ചസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ എന്താ സ്പെസിഫിക് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെന്താ ഉള്ളത് പ്രൊവൈഡിങ് മിനിമം ബേസിക് നീഡ്സ് ടു പീപ്പിളും ഉണ്ട്, അമ്യൂണിറ്റീസ് ടു പീപ്പിളും നമുക്ക് എഴുതാം. അപ്പം ഇതിലെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. ഒരു 10 പോയിന്റ്സ് നിങ്ങൾ കുറഞ്ഞത് പഠിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളോട് ആ അപ്രോച്ച് മാത്രമായിട്ട് ചോദിക്കും. നമ്മൾ ആ 3 അപ്രോച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എന്നിട്ട് നമ്മുടെ ഈ പോളിസീസും പ്രോഗ്രാംസ് അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് എഴുതുക. പോളിസീസ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം രണ്ടും കൂടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 3 എണ്ണത്തിൻ്റെ ആ പേര് എഴുതിയിട്ട് പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മളിപ്പോൾ പഠിച്ച നമ്മുടെ എന്താ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതിൻ്റെയൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. പോളിസീസ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ 8 എണ്ണം പഠിച്ചു വെക്കുക. ഏതെങ്കിലും 8 എണ്ണം, നിങ്ങൾക്ക് എളുപ്പമുള്ള 8 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ ഇത്രയൊക്കെ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവന്നിട്ടും നമ്മുടെ നാട്ടിലെന്താ ഭയങ്കര പോവർട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് 8 മാർക്സിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ A പാർട്ടും ഉണ്ടാവും, B പാർട്ടും ഉണ്ടാവും. ആദ്യത്തെ പാർട്ട് ചിലപ്പോൾ ഡിഫൈൻ പോവർട്ടി ആയിരിക്കും, രണ്ടാമത്തെ പാർട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി എന്നായിരിക്കും. ചിലപ്പോൾ എന്താ പോളിസീസും പ്രോഗ്രാംസും എഴുതാൻ പറയും, എന്നിട്ട് നിങ്ങളോട് പറയും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എഴുതേണ്ടതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ നമുക്കറിയാം, നമ്മൾ ലാൻഡ് റീഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലേ, നമ്മൾ ലാൻഡ് ടു ദ ടില്ലേഴ്സും അതേപോലെ ലാൻഡ് സീലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ കൊണ്ടുവന്നിട്ടും വല്ല കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല അല്ലേ. ഇത് കൊണ്ടുവന്നിട്ടും എന്താ റിച്ച് ആയിട്ടുള്ള ആളുകളെ പിന്നെയും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി, പുവറായിട്ടുള്ളവർ വീണ്ടും പുവറായിക്കോളെ. നമ്മൾ ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടല്ലേ അതിൽ. അപ്പോൾ നോക്കിയേ, ഡ്യൂ ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അതർ അസറ്റ്സ് ദ ബെനിഫിറ്റ്സ് ഫ്രം ഡയറക്റ്റ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ബൈ നോൺ പുവർ. പുവറായിട്ടുള്ള ആളുകൾക്ക് ഒന്നും കിട്ടിയില്ല, എല്ലാം റിച്ച് ആയിട്ടുള്ള ആളുകൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതേപോലെ നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ അനുസരിച്ചുള്ള റിസോഴ്സസ് നമുക്ക് കിട്ടുന്നില്ല. നോക്കിയാൽ റിസോഴ്സ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ
നോട്ട് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻസഫീഷ്യൻ്റ് ആണ്. അതിൻ്റെ അടുത്ത് എന്താണ്, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്, ഗവൺമെൻറ്റും ബാങ്ക് ഒഫീഷ്യൽസും ഇവരൊക്കെ കറപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇൻഎഫിഷ്യൻ്റ് ആൻഡ് കറപ്റ്റ്. എന്താണ്, അവർക്ക് അവരുടെ കീശ മാത്രം എന്താ, നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, കൈക്കൂലി മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു. ചിലർ മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നില്ല. എന്ന് നോക്കിയേ, ഇതൊക്കെ പോട്ടെന്ന് നോക്കാം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പുവർ ഈസ് നീഡഡ് അല്ലേ. ഇപ്പം നമ്മളിപ്പം ചിലർ ഓർക്കും, അയ്യോ നാണക്കേടാ ഞങ്ങൾ പുവറാണെന്ന് പറഞ്ഞാൽ നാണക്കേടാന്നൊക്കെ ഓർക്കും അല്ലേ. ആരും തരുന്ന ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി വേണം അവരത് ചെയ്യാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്, എന്ത് പ്രോഗ്രാം നമുക്ക് ഈ പോവർട്ടി എലിവേഷന് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം നോൺ പുവറിനാണ് കിട്ടുന്നത്. അതേപോലെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ഇൻഎഫിഷ്യൻ്റ് ആണ്, കറപ്റ്റ് ആണ്, റിസോഴ്സസ് ഇൻസഫിഷ്യൻ്റ് ആണ്. അതേപോലെ ലാസ്റ്റ് വൺ ആണ് എന്ത്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് പുവർ ഈസ് നീഡഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിക്കുക, ക്രിട്ടിക്കൽ അനാലിസിസ് പഠിക്കുക, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് പഠിക്കുക, കോസസ് ഓഫ് പോവർട്ടി പഠിക്കുക, പിന്നെ നമ്മുടെ ഡാഡി ജയിലിലാണെന്നുള്ള കാര്യം പഠിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് മിസ് ഉടനെ വരുന്നതായിരിക്കും. ബൈ.